കോഴിക്കോട്ടെ ഫാത്തിമത്ത് ഹജ്ജുമ എന്ന 80 വയസ്സുള്ള വലിയുമ്മ 50ലേറെ വർഷമായി കുഷ്ഠരോഗികൾക്കൊപ്പമാണ്. ബന്ധുക്കളും നാട്ടുകാരും വെറുക്കുന്ന ഈ നിരാലംബർക്ക് അവർ സ്നേഹവും പരിചരണങ്ങളും നൽകുന്നു. ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഫാത്തിമത്ത് ഹജ്ജുമ ഈ സേവനം സ്വയം ഏറ്റെടുത്തതാണ്. ഇപ്പോഴിതാ ദീർഘകാലത്തിനു ശേഷം ഒരു നല്ല ബഹുമതി അവരെ തേടിയെത്തിയിരിക്കുന്നു. സ്വന്തക്കാരും സമൂഹവും ഒറ്റപ്പെടുത്തിയവർ. ഇവർക്കിടയിൽ ഒരു ദൈവ സാന്നിധ്യമാവുകയാണ് ഫാത്തിമത്ത് ഹജ്ജുമ. കൈകാലുകളെ കാർന്നു തിന്നുന്ന കുഷ്ഠരോഗത്തിന്റെ വേദന മനസ്സിനെ സ്പർശിക്കാതെ നിരാലംബരായ ഈ രോഗികൾക്ക് സാന്ത്വനത്തിന്റെ തലോടലാകുന്നു ഈ വലിയുമ്മ. ഫാത്തിമത്ത് ഹജ്ജുമ ഇവർക്ക് അമ്മയാണ്, കൂട്ടുകാരിയാണ്, ഇതിനെല്ലാം ഉപരി കൺകണ്ട ദൈവമാണ്. ഞങ്ങളെ പെറ്റമ്മനെ പോലെ തന്നെയാണ് നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ തരുന്നവർക്ക് ആര് ഏത് ജാതിയിലായാലും നമുക്ക് തരുന്നവർക്ക് ദൈവം കണ്ടു നിന്നാൽ മതി, അത്രേ ഉള്ളൂ. പഠിച്ചവനെ കഷ്ടപ്പെടുത്തരുത്, അവരെല്ലാ കാര്യങ്ങളും നിറവേറ്റണം. അതിമ ഒരു സഹായി ആയിട്ടാണ് ഇപ്പൊ ഞങ്ങള് അതിന് ഏത് നേരവും പ്രാർത്ഥിക്കുകയാണ്. 4 ദിവസം പനി പിടിച്ച് കിടന്ന പ്രാർത്ഥിക്കണ പറഞ്ഞേ അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഗതികളിലെല്ലാം ഏർപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് സാധിക്കുള്ളൂ. എല്ലാവർക്കും 50 വർഷമായി കുഷ്ഠരോഗികൾക്കൊപ്പം അവരിൽ ഒരാളായി കഴിയുന്നു ഫാത്തിമത്ത് ഹജ്ജുമ. കോഴിക്കോട്ടെ ചേവായൂരിലുള്ള കുഷ്ഠരോഗാശുപത്രിയും കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരിക്കുന്ന കോളനിയുമാണ് ഫാത്തിമത്ത് ഹജ്ജുമയുടെ കർമ്മമണ്ഡലം. ആശുപത്രിയിലെത്തി രോഗികളെ പരിപാലിക്കുന്നു, അവരുടെ വ്രണങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു. മൃതശരീരം കുളിപ്പിക്കാനും ഉമ്മയ്ക്ക് മടിയില്ല. പഠിച്ചോൻ എത്ര കാലം എത്തിക്കണ്, അതുവരെ ഞാൻ വന്ന് ഇവർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു എത്തിച്ചു എനിക്ക്. എന്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് പറയാൻ കഴിയും. ഒക്കെ അള്ളാഹുവിനെ കൂട്ടാണ്ട് ഒന്നും പ്രവർത്തിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഇവരെ ചെയ്യുന്ന ഇവർക്ക് നോക്കണ കാര്യത്തിൽ വളരെ കൂലി കിട്ടും ഞമ്മക്ക്. എന്താ വെച്ചാല് അത് ഏത് മതമാണ് ചെയ്യുന്ന ആ മതത്തിനൊക്കെയും കൂലിയുണ്ട്. പഠിച്ചോന്റെ അക്കന്ന് ഇവർക്ക് പുണ്യം കിട്ടുമായിരുന്നു ചെയ്താൽ. എന്താ വെച്ചാൽ ഇവര് കുഷ്ഠരോഗികളെ വെച്ച് ഇവരത്തേക്ക് ആരും അടുക്കൂല, വരാൻ പേടി. മലപ്പുറം ജില്ലയിലെ തുറക്കൽ യാരത്തുപറമ്പ് തറവാട്ടിലെ അംഗമാണ് ഫാത്തിമത്ത്. നല്ല സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബം. കോഴിക്കോട് ഇടിയങ്ങര സ്വദേശി കുഞ്ഞുമൊയ്തീനെ വിവാഹം കഴിച്ച് ഇവിടെ എത്തി. കുഷ്ഠരോഗികൾക്കായി പ്രവർത്തിക്കണം എന്ന നിയോഗവുമായി എത്തിയതുപോലെ അങ്ങനെ ഒരു കർത്തവ്യത്തിലേക്ക് ഫാത്തിമത്ത് കടക്കുകയായിരുന്നു. ഭർതൃ സഹോദരിക്ക് കുഷ്ഠം. ഒരു മടിയും കൂടാതെ നിറഞ്ഞ മനസ്സോടെ ഫാത്തിമത്ത് നാത്തൂനെ പരിചരിച്ചു. അന്ന് അവരെ പാർപ്പിച്ചിരുന്നത് ചേവായൂരിലുള്ള കുഷ്ഠരോഗാശുപത്രിയിലായിരുന്നു. അങ്ങനെ ഫാത്തിമത്ത് ഹജ്ജുമയ്ക്ക് ഇവിടവുമായുള്ള അടുപ്പം തുടങ്ങുന്നു. ചിലവർ ചോദിക്കും, ബാത്റൂം നിങ്ങൾ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയി എന്നാൽ കുളിക്കുക ഔത്തക്ക് വന്നാലും ചോദിക്കുന്നോട്. ഞാൻ പറയും, കുളിക്കാൻ എന്താ, ഞാൻ നായിനത്തെ തൊടാനാ കുളിപ്പിക്കാനാ പോയതാണ്. നായിനെ തൊട്ടാ കുളിക്കണം എന്നുണ്ട് ഞങ്ങളെ മതത്തില്. അപ്പൊ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, അതിന് മനുഷ്യനല്ലേ. ഞാൻ കുളിപ്പിച്ചു വരുന്ന, ഞാൻ അവിടുന്ന് ചോറ് വരെ ബേക്കണ്, ഇതൊക്കെ തിന്നു, എന്നിട്ട് അതിലും മീതെ ഇപ്പൊ ഞാൻ കുളിക്കണത്. അങ്ങനെ കുളിക്കൊന്നില്ല, കുളിക്കാൻ മയ്യത്ത് കുളിപ്പിച്ചാ കുളിക്കും. നിശബ്ദമായി അരനൂറ്റാണ്ട് പിന്നിടുന്നു ഈ സേവനം. വെറും പരിചരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഫാത്തിമത്ത് ഹജ്ജുമയുടെ പുണ്യപ്രവൃത്തി. 2 ചാക്ക് അരിയെങ്കിലും ഫാത്തിമത്ത് ഓരോ മാസവും ഈ കോളനിയിലെത്തിക്കും. സന്മനസ്സുള്ളവർ ഏൽപ്പിക്കുന്ന പണവും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. സാന്ത്വന സ്പർശവുമായി എത്തുന്ന ഫാത്തിമത്ത് ഹജ്ജുമയുടെ സാന്നിധ്യത്തിനായി ഓരോ നിമിഷവും ഇവിടെയുള്ള അന്തേവാസികൾ കൊതിക്കുകയാണ്. നമ്മൾ വേദനയും പ്രയാസമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം എല്ലാം കൊണ്ടും മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം കിട്ടും. ഖുർആന്റെ അർത്ഥത്തിലാണ് എല്ലാ ഭർത്താനും ഉള്ളത്. അപ്പൊ ഓല് പറയും, കുഷ്ഠരോഗികളെ 40 അടി ദൂരത്തേക്കാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നബി അങ്ങനത്തെ ഒരു ബാധകം ഉച്ചരിക്കേ ഇല്ല. ഇപ്പൊ ഈ ഈസാ നബിനെ പോലത്തെ ആള് ഓലൊന്നും അങ്ങനത്തത് പറയില്ല. നമ്മളെ പോലത്തെ ആൾക്കാരാണ് എല്ലാം കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പറയുക. കല്ലായിപ്പുഴയോരത്തെ ഈ ചെറിയ പുരയിലാണ്
ഫാത്തിമത്ത് ഹജ്ജുമ കഴിയുന്നത്. വലിയ സൗകര്യത്തിൽ കഴിയേണ്ട എല്ലാ സാഹചര്യങ്ങളും ഫാത്തിമത്ത് ഹജ്ജുമയ്ക്കുണ്ട്. 2 മക്കളും അവരുടെ മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന വലിയ കുടുംബം. എങ്കിലും ഉമ്മ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട്. എന്നാൽ അവരെ കാണാൻ പോകാൻ പോലും ഫാത്തിമത്ത് ഹജ്ജുമ മെനക്കെടാറില്ല. തന്റെ സാന്നിധ്യം എപ്പോഴും വേണമെന്ന് ഇവർക്ക് തോന്നുന്നത് ചേവായൂരിലെ ഈ അനാഥർക്കൊപ്പമാണ്. എല്ലാത്തിനും പ്രതിഫലം തരുന്ന അള്ളാഹു മാത്രമാണ്. അപ്പൊ ആ പ്രതിഫലം കിട്ടൂല, നാട്ടിൽ പോയി ചോറും വെച്ച് കസാലൊക്കെ ഇരുന്നാലെന്ന് വിചാരിച്ചിട്ട് പോകാനാണ് ഞാൻ. ഈ ലൈനുമുറി ഈ ഇടുങ്ങിയ സ്ഥലപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് ഞാൻ ഇതിൽ തന്നെ സമയിക്കുന്ന എന്താ വെച്ചാൽ ഇത് നന്നാക്കി ആരെക്കൊണ്ടേലും പറഞ്ഞാലൊക്കെ എനിക്ക് നന്നാക്കി കിട്ടും. അപ്പൊ എനിക്കതിന് ആവശ്യമില്ല. മരിച്ചാൽ ഒരു കവറാണ്, 6 അടി മണ്ണാണ് പോയിട്ട് ഇരിക്കാനുള്ള. ആ സ്ഥാപനം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നന്നാക്കി തരാനുള്ള ഒറ്റ നെയ്യത്തുള്ളൂ എനിക്ക്. മാറാവ്യാധിയുടെ പേരിൽ അയിത്തം കൽപ്പിച്ച ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ കഴിയുന്ന ഫാത്തിമത്ത് ഹജ്ജുമ ഒരത്ഭുതമാവുകയാണ്. കുഷ്ഠരോഗം പകരുന്നതാണ് എന്ന പ്രചാരത്തെ തന്റെ അനുഭവത്തിലൂടെ തെറ്റെന്ന് പറയുന്നു ഫാത്തിമത്ത് ഹജ്ജുമ. ഈ സ്നേഹത്തിന് മുന്നിൽ, ഈ കാരുണ്യത്തിന് മുന്നിൽ ഏത് മാറാരോഗവും പത്തിമടക്കുമെന്ന് ഫാത്തിമത്ത് ഹജ്ജുമ പരിചരിക്കുന്നവർ പറയുന്നു. ആ പ്രാർത്ഥനകളുടെ ഊർജ്ജമാണ് 80-ാം വയസ്സിലും ഫാത്തിമത്ത് ഹജ്ജുമയെ ചുറുചുറുക്കോടെ ഓടി നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ